ഹലോ ഫ്രണ്ട്സ്, മഴത്തോരു മുൻപേ പുത്തൻ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജ അലീന പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല അല്ലേ? 5 ദിവസത്തിനുള്ളിൽ പോവാന്ന് പറയുമ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. കുറഞ്ഞത് ഒരു ഡസനെങ്കിലും എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ നമ്മുടെ അലീന പറയും, വാക്കുകൾ കൊണ്ട് ഒരുപാട് നിങ്ങൾ എന്നെ മുറിവേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ട് പോരുന്നത്. അങ്ങനെ നമ്മുടെ അലീനയും ബബിയും രോഹിയും കൃഷ്ണമോളും കൂടെ വീണ്ടും കടപ്പാട്ടൂരിലേക്ക് വരാൻ വേണ്ടി നിൽക്കുവാണ്. നേരം കാറിലിരുന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ബബി, ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ ചേച്ചി, ആരെയെങ്കിലും ഒരാളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാൻ തന്നെ പോവാൻ മോളെ എന്ന്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ബാലേന്ദ്രൻ ഇവരെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത്. 4 മക്കളും കൂടി ഒരുമിച്ചാണല്ലോ വരുന്നത്. നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഈ സമാധാനം അത്രയ്ക്ക് നല്ലതല്ല, ഇത് അധികകാലം നീണ്ടു നിൽക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അലീന ഉള്ളിലോട്ട് പോകുന്നത്. അപ്പോൾ ഒന്നും അറിയാതെ നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കൃഷ്ണമോള് പറയുന്നുണ്ട്, അലീനേച്ചി ഇവിടുന്ന് പോവുക എന്നാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ സ്റ്റക്കായി ഇങ്ങനെ നിൽക്കുവാണ്. പിന്നീട് നമ്മുടെ അലീനയാണെങ്കിൽ ഫ്രഷായി വരുന്ന സമയം രോഹി ചോദിക്കുന്നുണ്ട് കേട്ടോ, അലീനേച്ചി മാനേജർ അച്ഛനോട് പറഞ്ഞത് ബാലേന്ദ്രൻ സ്വന്തം അച്ഛനല്ല എന്നല്ലേ, അത് സത്യമാണോ ചേച്ചി എന്ന് പറയുമ്പോൾ അതെ സത്യമാണ്, ബാലേന്ദ്രൻ എൻ്റെ അച്ഛനല്ല. നിനക്കിപ്പോ നീയും ഞാനും തമ്മിൽ എന്തെങ്കിലും രക്തബന്ധം ഉണ്ടോ എന്നല്ലേ അറിയേണ്ടത്. രക്തബന്ധം ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ രോഹി അലീനയുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുകയാണ്. അച്ഛൻ അല്ലെങ്കിൽ പിന്നെ അമ്മയാണല്ലോ ഉത്തരവാദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.